അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് സഞ്ജയ് ഫ്രം ദ ട്വിൻസ് ചാനൽ. സോ ആട് 3 ഇതാ കണ്ടിട്ട് ഇതാ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഒരു രക്ഷയില്ലാത്ത മൂവി. അതായത് ഇതുവരെ നമ്മൾ കണ്ട ആടല്ല, ഇത് സ്കെയിലേ വേറെ എന്ന് വെച്ചാൽ അത്ര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മൂവി. ഒരു എന്താ പറയുന്ന ഒരു ടൈം ട്രാവലിൻ്റെ ഒരു സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം വെച്ച് ആ കംപ്ലീറ്റ് ആ മൂവി ക്യാരി ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ആ പ്ലോട്ട് നമ്മുടെ ആ നോർമൽ ഇപ്പം നമ്മുടെ സാധാരണ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇത്തവണ കംപ്ലീറ്റ്ലി ഒരു എന്താണ് ഒരു ഈ ടൈം ട്രാവൽ എന്ന് വെച്ചാൽ 2 ജനറേഷനിലെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു 200 വർഷം മുമ്പുള്ള കാര്യവും ഇപ്പോഴുള്ള കാര്യവുമാണ് കാണിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന രീതി, വിഷ്വൽ എഫക്ട്സ്, പിന്നെ ഈ നമ്മുടെ BGM ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ വളരെ കാഷ്വലായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ഭയങ്കര ഹൈപ്പോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര കാഷ്വലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ട്രാവൽ 2 യുഗത്തിലെ കാര്യങ്ങൾ കാണിക്കുന്നത്. വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് മാത്രമല്ല കോസ്റ്റ്യൂം, പിന്നെ ഈ എഫക്ട്സ് ഉണ്ടല്ലോ ഇവരുടെ ഈ ഐ മീൻ ലൈക്ക് ആ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ പഴശ്ശിരാജ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ആർട്ട് വർക്കുകളുണ്ടല്ലോ, എന്താണ് ഈ ഓരോ എക്യുപ്മെന്റ്സ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ആ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്ര ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു ഹോളിവുഡ് മൂവി കാണുന്ന ആ ഒരു ലെവൽ. അതായത് ഇപ്പം ഹിന്ദിയിൽ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ പത്മാവത് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഇത് കിട്ടുന്നില്ലേ, ആ ലെവൽ CGI വർക്ക്, അങ്ങനത്തെയൊക്കെ ഒരു പരിപാടി. ഒരു രക്ഷയില്ല. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് മരിക്കാനുള്ള ലെവൽ കോമഡിയുണ്ട്. ഈ നമ്മുടെ ഷാജി പാപ്പൻ്റെ ആണെങ്കിലും, പിന്നെ അബു, ആ ആ ഈ നമ്മുടെ എന്താണ് അറക്കിൽ അബു, പിന്നെ ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സിനകത്താണെങ്കിലും ഒരു രക്ഷയില്ലാത്ത കോമഡിയാണ്. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ചിരിച്ചിങ്ങനെ ഇരിക്കും. ഏകദേശം 3 മണിക്കൂർ ഉണ്ടായിരുന്നു. 9:30 സ്റ്റാർട്ട് ചെയ്ത് 12:30 വരെ സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ അറിയത്തുപോലുമില്ല. കാരണം ഓരോ സെക്കൻഡിലും ചിരിക്കാനുള്ള വകുപ്പുണ്ട് അതിനകത്ത്. ചിരിച്ച് ചിരിച്ച് മരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും സിറ്റുവേഷണൽ കോമഡിയാണ് ഇവർ ഈ പറയുന്ന ആ സിറ്റുവേഷൻസിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നെല്ലാം. അതുപോലെ ഈ ധർമ്മജൻ എന്ന് പറഞ്ഞ ആളെയൊക്കെ കറക്റ്റ് ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സാത്താൻ സേവിയറിൻ്റെ ഇഷ്ടം പോലെ കോമഡിയുണ്ട്, ഡ്യൂഡിൻ്റെ കോമഡി, ഈ ഷാജി പാപ്പൻ്റെ അറിയാമല്ലോ, പിന്നെ പുള്ളി അതങ്ങ് അഭിനയിച്ചങ്ങ് തകർത്തേക്കുവാണ്. ഒരു രക്ഷയില്ലാത്ത മൂവി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, ഒരിക്കലും മിസ് ചെയ്യരുത്. ലൈക്ക് ഇത് ഈ ആടിൻ്റെ ഈ ഒരു പോർഷൻ, ലൈക്ക് ഈ അവര് വൺ ലാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അത് ഐ എം ടെല്ലിങ് യു, തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു രക്ഷയില്ലാത്ത വിഷ്വൽ എഫക്ട്സും, പിന്നെ ഈ എന്താണ് കോമഡിയും കാര്യങ്ങളെല്ലാം ആണ്. പിന്നെ അതിനകത്തൊരു വില്ലൻ ക്യാരക്ടേഴ്സിൽ വരുന്ന ഈ വില്ലനായിട്ട് വരുന്ന ഒരു പെണ്ണൊക്കെ ഉണ്ട്, ഒരു ഫോറിനറാണ്. പുള്ളിക്കാരിയുടെ ആക്ഷൻ, ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങളെല്ലാം ഒരു രക്ഷയില്ല. തിയേറ്ററിൽ പോയി കണ്ടോ, ഇല്ലെങ്കിൽ മിസ് ഔട്ട് ആയി പോകും കേട്ടോ. ലൈക്ക് 10 on 10 മൂവി, 100% 10 on 10 മൂവി. Okay, I'll see you guys next time. Bye.